എല്ലാവർക്കും നമസ്കാരം. ഓരോ രാജ്യങ്ങൾക്ക് ഓരോ കഷ്ടകാലം വരുന്നത് ഒന്നെങ്കിൽ കയ്യിലിരിപ്പ് കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടാകാം. പക്ഷേ വളരെ ദൗർഭാഗ്യകരമായ ഒരു സന്ദർഭം നിലവിലുള്ളത്, ഇറാനിൽ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഏറ്റവും വലിയ പണി കിട്ടിയിരിക്കുന്നതും നഷ്ടം വന്നിരിക്കുന്നതുമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. ഇറാൻ അല്ല, ഇസ്രായേൽ അല്ല, അമേരിക്കയും അല്ല. ഇറാൻ എങ്ങനെയാണ് നഷ്ടം വരുന്നത് നമുക്കറിയാം. അമേരിക്കയുടെ യുദ്ധ ചെലവുകൾ കണക്ക് കൂട്ടി ബില്യൺ കണക്കിന് ഡോളർ അമേരിക്കയ്ക്ക് നഷ്ടം വരുന്നു. ട്രംപിന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നിങ്ങൾ കേട്ട് കാണും. ഇസ്രായേലിന് ഇറാന്റെ കയ്യിൽ നിന്ന് നല്ല തിരിച്ചടികളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ അവരുടെ യുദ്ധ ചെലവുകൾ, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ ഇതിനേക്കാളും ഒക്കെ വലിയ, അമേരിക്കയേക്കാൾ വലിയ നഷ്ടമാണ്, ബില്യൺ കണക്കിന് ഡോളറാണ് ഓരോ ദിവസവും UAE എന്ന് പറയുന്ന രാജ്യത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇറാൻ UAEയിലുള്ള അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലുമൊക്കെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി വരുന്ന സൈനിക ചെലവുകളല്ല ഈ പറഞ്ഞത്, അതൊരു പ്രധാന ഭാഗത്തുണ്ട്. പക്ഷേ UAE എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ലോകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന വിദേശ നിക്ഷേപകർക്കെല്ലാം തന്നെ UAEയിൽ അല്ലെങ്കിൽ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും സെക്യൂർ ആണ്, വളരെ ഫ്യൂച്ചർ ഉണ്ട് ആ സിറ്റിക്ക്. UAEയിൽ തന്നെ എല്ലാ കാര്യങ്ങളും അനുകൂലമാണ് എന്ന് കണ്ടുകൊണ്ട് അവിടെ മുടക്കിയിരുന്ന ബില്യൺ കണക്കിന് ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഇപ്പോൾ ലണ്ടനിലേക്കും സിംഗപ്പൂരിലേക്കും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ പ്രശ്നം തുടങ്ങി ആദ്യ ദിവസം തന്നെ ആയിരക്കണക്കിന് വിമാനങ്ങളാണ് റദ്ദ് ചെയ്യേണ്ടതായിട്ട് വന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ഹബ്ബുകളിൽ ഒന്നാണ് UAE എന്ന് പറയുന്നത്. ദുബായിലെ എയർപോർട്ടുകളിൽ അടക്കം ആക്രമണങ്ങൾ ഉണ്ടാവുന്നു. ദുബായിയുടെ പല ഐക്കോണിക് ടവറുകളിലും ബുർജ് അൽ അറബിലും ഒക്കെ ആക്രമണങ്ങൾ നടക്കുന്നു. ബുർജ് ഖലീഫയ്ക്കൊക്കെ ചുറ്റും വലിയ സംരക്ഷണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇറാൻ ഒരുപാട് ഡ്രോണുകൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ബുർജ് ഖലീഫയ്ക്ക് നേരെ തൊടുത്തിട്ടുണ്ട്. അതൊക്കെ താർക്കപ്പെട്ടതാണ്. ഇനി ബുർജ് ഖലീഫയിലും കൂടെ ഒരു ആക്രമണമൊക്കെ നടന്നു കഴിഞ്ഞാൽ UAEക്ക് അത് വലിയ ക്ഷീണമായിരിക്കും. ഇത് തന്നെയാണ് ഇറാന്റെ ഉദ്ദേശവും. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ആകെ അസ്ഥിരത ഉണ്ടാക്കുക. അതിൽ തന്നെ എവിടെ പ്രശ്നമുണ്ടായാലാണ് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത്? UAEയിലാണ്. അതിൽ തന്നെയും ദുബായ് സിറ്റിയിലാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. US ബേസുകളെയൊക്കെയാണ് ഞങ്ങൾ ആക്രമിക്കുന്നതെന്നൊക്കെ ഇറാൻ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ വെറുതെയാണ്. UAE എന്ന് പറയുന്ന രാജ്യത്തിന്റെ അല്ലെങ്കിൽ ദുബായ് സിറ്റിയുടെ, അബുദാബി സിറ്റിയുടെ ഒക്കെ ഫ്യൂച്ചർ തന്നെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഉടനീളം അസ്ഥിരത സൃഷ്ടിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ദുബായിലെ പല ഐക്കോണിക് ഹോട്ടലുകളിലേക്കും ടവറുകളിലേക്കും ഒക്കെ ഇറാൻ ആക്രമണം നടത്തുന്നത്. ഇതിൻ്റെയൊക്കെ ബാക്കി എന്താണ്? ഇത്ര നാൾ നമ്മൾ കണ്ടിരുന്നത് പോലെയല്ല ഇപ്പോൾ ദുബായിയെ നമ്മൾ കാണുന്നത്, UAE എന്ന് പറയുന്ന രാജ്യത്തെ തന്നെയും കാണുന്നത്. കാരണം ഒരു സേഫ്റ്റിയും ഇല്ല. ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്ന ദുബായിലേക്ക് ഇപ്പോൾ പോകരുതെന്നുള്ള വാണിംഗ് ആയിട്ട് ഒട്ടുമിക്ക രാജ്യങ്ങളും അവരുടെ പൗരന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതായത് ഒന്ന് ചിന്തിച്ചു നോക്കുക, UAE എന്ന് പറയുന്ന രാജ്യം എന്തെങ്കിലും ചെയ്തിട്ടാണോ? പക്ഷേ കഷ്ടകാലം വന്നപ്പോൾ അവരുടെ പെടലിക്കാണ് ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത്. ഇറാൻ UAEയിലേക്ക് തൊടുത്തുവിടുന്ന 99% ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തകർക്കാനായിട്ട് UAEക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആ രാജ്യത്തിന് ഏൽപ്പിക്കുന്ന സാമ്പത്തിക ആഘാതം എന്ന് പറഞ്ഞാൽ, അതായത് ലോകത്തുള്ള നിക്ഷേപകർക്ക് അല്ലെങ്കിൽ ലോകത്തിന് മുൻപിലുള്ള ദുബായിയുടെ അല്ലെങ്കിൽ UAEയുടെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുകയാണ്. സൗദി അറേബ്യ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, ബഹ്റിൻ ഇതുപോലെയുള്ള രാജ്യങ്ങളെക്കാളും ഒക്കെ അധികമായിട്ട് UAEയെ ഈ പറയുന്ന പ്രശ്നങ്ങൾ കാര്യമായിട്ട് ബാധിക്കാൻ എന്താണ് കാരണം? ബാക്കി രാജ്യങ്ങളിലൊക്കെ എണ്ണയാണ് പ്രധാന വരുമാന സ്രോതസ്സെങ്കിൽ ഈ പറയുന്ന UAEയിൽ ടൂറിസം എന്ന് പറയുന്നതും വിദേശ നിക്ഷേപം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ ഒരു സാമ്പത്തിക കേന്ദ്രം എന്ന് പറയുന്ന രീതിയിലുമൊക്കെ അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ദുബായിലെ അബുദാബിയിലെ ഒക്കെ ടൂറിസം ഏകദേശം നിന്ന അവസ്ഥയിൽ തന്നെയാണ്. ടൂറിസ്റ്റുകൾ പരിഭ്രാന്തരാകുന്നു. ആയിരക്കണക്കിന് വിമാന സർവീസുകളൊക്കെ റദ്ദ് ചെയ്യുന്നു. അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് UAE തന്നെ അവരുടെ ചിലവിൽ വിമാന ടിക്കറ്റുകളും അതുപോലെ അവർ എത്ര നാൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുന്നോ അതിനുള്ള ഹോട്ടൽ ചിലവുകളും അവരുടെ എല്ലാ ചിലവുകളും ദുബായ് തന്നെയാണ് കൊടുക്കുന്നത്. അതൊക്കെ UAEയുടെ ആ സ്റ്റാൻഡേർഡ് പോകാതെ പിടിച്ചു നിർത്താൻ കാരണമാകുന്നുണ്ട്. എങ്കിലും അതും നഷ്ടം കൂട്ടുകയാണ്. എത്ര നാൾ ഇതിങ്ങനെ തുടരും അറിയില്ല. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സംഭവിക്കാൻ പോകുന്ന ടൂറിസം മേഖലയിലെ നഷ്ടമെന്ന് പറയുന്നത് $50 ബില്യൺ മുകളിലാണ്. ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ടുള്ള ഹോട്ടൽസ്, എയർലൈൻസ്, മാളുകൾ, റെസ്റ്റോറന്റുകൾ ഇതെല്ലാം നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ അതിശയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, വെറും മണലാരണ്യമായി കിടക്കുന്ന അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ ഇത്രയും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് വളർച്ചയൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖല ഇപ്പോൾ തകർച്ചയിലാണ്. കാരണം ഇൻവെസ്റ്റേഴ്സ് എല്ലാം പാനിക് ആവുകയാണ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് ദുബായിയുടെ തന്നെ നട്ടെല്ല് എന്ന് പറയാം. ലോകത്തിന് മുൻപിൽ ഒരു സേഫ് ഫൈനാൻഷ്യൽ ഹബ്ബ് എന്നുണ്ടായിരുന്ന ദുബായിയുടെ പേര് പോയിരിക്കുകയാണ്. സൗദി അറേബ്യയിലും കുവൈറ്റിലും ഖത്തറിലും ഒമാനിലും ബഹ്റിനിലും ഒക്കെ
പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവരുടെയൊക്കെ നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വരുമാനത്തെ അത് ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന UAE-യിലും ഇതേ പ്രശ്നമുണ്ട്. ദുബായ് സിറ്റി ടൂറിസവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതെങ്കിലും എങ്ങനെ നോക്കിയാലും UAE-യുടെയും ഏറ്റവും പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് എണ്ണയിൽ നിന്ന് തന്നെയാണ്. നിലവിൽ സംഭവിച്ചിരിക്കുന്നത് മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ പോലെ തന്നെ എണ്ണ വരുമാനത്തിൽ, അതായത് ഈ സാധനം സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നുണ്ടെങ്കിലും അത് വിറ്റഴിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു പ്രശ്നം ഒരു ഭാഗത്ത്. അതുകൂടാതെ UAE-ക്ക് വന്നിരിക്കുന്നത് ഇരട്ടി അടിയാണ്. കാരണം അവരുടെ ടൂറിസം, റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വലിയ തകർച്ച. കാരണം ഒരു ഗ്ലോബൽ ഹബ്ബ് പോലെ നിന്നിരുന്ന ദുബായിയുടെ അവസ്ഥയാണത്. ഇതിനെല്ലാം പുറമെയാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജുകൾ. അത് മറ്റ് പല രാജ്യങ്ങളിലും ഉള്ളതിൽ കൂടുതലായിട്ട് UAE-യിൽ സംഭവിക്കുന്നുണ്ട്. അവർ 99% നശിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും, മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞു അമേരിക്കയുടെ പേട്രിയറ്റ് മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം താർത്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ പേട്രിയറ്റ് മിസൈലുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല താമസമുണ്ട്, മാസങ്ങൾ ആവശ്യമാണ്. അമേരിക്കയുടെ സപ്ലൈ തീർന്നുകൊണ്ടിരിക്കുകയാണ്. UAE-യിലേക്ക് വരുന്നത് ഡ്രോൺസ് മാത്രമല്ല, ICBM-കൾ വരുന്നുണ്ട്. ഈ ICBM-കളെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് SM-3 പോലെയുള്ള അമേരിക്കയുടെ മിസൈലുകളാണ് ഉപയോഗിക്കുന്നത്. അതിനൊരു യൂണിറ്റിന്, ഒരു മിസൈലിന് ഏകദേശം 250 കോടി രൂപയാണ് ചിലവ്. അത് ഏകദേശം തീരാറായിട്ടുണ്ട്. അതുപോലെ ഡ്രോൺസ് എല്ലാം പ്രതിരോധിക്കുന്നത് പേട്രിയറ്റ് പോലെയുള്ള മിസൈലുകളാണ്. അതിന് ഒരെണ്ണത്തിന് ഒരു 30 കോടി 40 കോടിയൊക്കെ ചിലവ് വരും. കഴിഞ്ഞൊരു വീഡിയോയിൽ നമുക്ക് ഈ SM-3യുടെയും പേട്രിയറ്റ് മിസൈലിന്റെയും വില പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും ഇറാന്റെ ഒരു ചീപ്പായിട്ടുള്ള ഡ്രോണിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് UAE പോലെയുള്ള രാജ്യങ്ങൾക്ക് അതിന്റെ 200 ഇരട്ടി വിലയുള്ള മിസൈലുകളൊക്കെയാണ് അയക്കേണ്ടി വരുന്നത്. ഇറാൻ ഏതാനും ലക്ഷങ്ങൾ മാത്രം ചിലവ് വരുന്ന ഒരു ഷാഹിദ് പോലെയുള്ള ഒരു ഡ്രോണ് അങ്ങോട്ട് ആക്രമിക്കാനായിട്ട് വിടുന്നു. അതിനെ തകർക്കാനായിട്ട് 30 കോടി 40 കോടിയുടെ ഒരു മിസൈലാണ് UAE-ക്ക് തന്നെയും ചിലവാക്കേണ്ടി വരിക, അമേരിക്കയുടെ കയ്യിൽ നിന്ന് മേടിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഡ്രോൺസ് ഒക്കെ പ്രതിരോധിക്കുവാനായിട്ട് വളരെ ചിലവ് കുറഞ്ഞ ലേസർ വെപ്പൺസ് ഒക്കെ അമേരിക്കയുടെ കയ്യിലുണ്ട്. പക്ഷെ അത് അവരൊന്നും GCC കൺട്രീസിന് കൊടുക്കുന്നില്ല. ചിലർ പറഞ്ഞേക്കാം ഈ പേട്രിയറ്റ് മിസൈൽ തന്നെ വേണം അതിന്, കാരണം മറ്റതിന് അത്ര കൃത്യതയില്ല എന്ന്. എന്നാൽ ഈ ലേസർ വെപ്പൺസും കൂട്ടത്തിൽ വെക്കാമല്ലോ. ഈയിടെ തന്നെ ഒരു റിട്ടയർഡ് മിലിറ്ററി ഓഫീസറിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തരം ലേസർ വെപ്പൺസ് ഒക്കെ ആണെങ്കിൽ ഇറാന്റെ ഡ്രോണുകളെ നശിപ്പിക്കാനായിട്ട് അത് ധാരാളം മതി, ഈ പേട്രിയറ്റ് മിസൈലുകളുടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്തോ അമേരിക്ക അത് അവർക്ക് കൊടുക്കുന്നില്ല എന്ന്. ഇവിടെയാണ് ഇന്ത്യയുടെ ആകാശ് പോലെയുള്ള മിസൈലുകളുടെയൊക്കെ പ്രാധാന്യം. ഓപ്പറേഷൻ സിന്ദൂറിന്റെയൊക്കെ സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ആയിരക്കണക്കിന് ഡ്രോണുകളൊക്കെയാണ് ഇന്ത്യയിലേക്ക് വന്നത്. അതിൽ 99%വും ഇന്ത്യ തകർത്തത് ഈ S-400 പോലെയുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടല്ല, നമ്മുടെ ആകാശ് മിസൈലുകളും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് ഉണ്ടാക്കിയത്. അത് ഒരെണ്ണത്തിന്റെ ചെലവെന്ന് പറഞ്ഞാൽ ഒരു മിസൈലിന് ഒരു 4 കോടി 5 കോടിയൊക്കെ മാത്രമാണ്. അതും പാകിസ്ഥാൻ തുർക്കിയുടെ കയ്യിൽ നിന്ന് മേടിച്ച വളരെ അത്യാധുനികമായ ഡ്രോണുകൾ വരെ ഈ ആകാശ് മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ തകർത്തിരുന്നു മനോഹരമായിട്ട്. 2025 തന്നെ ഇന്ത്യ UAE-ക്ക് ഈ മിസൈലുകൾ ഓഫർ ചെയ്തതാണ്. UAE-യുടെ ഭരണാധികാരിയുമായിട്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു. അതിൽ ഈ കാര്യങ്ങൾ വീണ്ടും വ്യക്തമാക്കി എന്നുള്ള സൂചനകളുണ്ട്. കാരണം അമേരിക്കയുടെ ഈ പേട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് ഒരു ഡ്രോണിനെ മറ്റുമൊക്കെ പ്രതിരോധിക്കുമ്പോൾ ഈ പേട്രിയറ്റ് മിസൈലുകൾക്ക് ഒരെണ്ണത്തിന് തന്നെ 40 കോടി 50 കോടി ചിലവാണ്. ആ സ്ഥാനത്താണ് ഇന്ത്യയുടെ ആകാശ് മിസൈലുകളൊക്കെയാണ് ഈ UAE വാങ്ങി വെക്കുന്നതെങ്കിൽ ഒരു ആകാശ് മിസൈലിന് 4 കോടി 5 കോടിയൊക്കെ മാത്രമാണ് ചിലവ്. പേട്രിയറ്റ് മിസൈലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ്, റേഞ്ച് ഇതൊക്കെ കുറവുണ്ട്. പക്ഷേ UAE-യിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ആകമാനം ഇപ്പോൾ ഈ ഡ്രോൺസിനെ മറ്റുമൊക്കെ പ്രതിരോധിക്കുവാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ചിലവ് കുറഞ്ഞ മിസൈലുകളാണ് ഇന്ത്യയുടെ ഈ ആകാശ് മിസൈലുകൾ. ഒരുപക്ഷെ ഇതൊരു വലിയ മിലിറ്ററി ഡീൽ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വെച്ചിരിക്കുന്ന പേട്രിയറ്റ് മിസൈലുകൾ എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരുടേതായിട്ടുള്ള ചില മിസൈലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. ആ സമയത്ത് ഒരു ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കാണെങ്കിലും ഇതിന് തുരങ്കം വെക്കാനായിട്ടൊന്നും സാധിക്കില്ല. ഇന്ത്യയുടെ ആകാശ് മിസൈലുകൾ വളരെ വേഗം അവർ വാങ്ങാനും, ഭാവിയിൽ ഒരു പക്ഷേ നമ്മൾ വാർത്തകളിൽ വായിക്കുമായിരിക്കും ഇനി ഇറാന്റെ ഡ്രോണുകളെ മറ്റുമൊക്കെ പ്രതിരോധിക്കുന്നത് ഇന്ത്യയുടെ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ പറയുന്ന UAE മറ്റു പല രാജ്യങ്ങളും ഒക്കെ എന്ന്. ഇറാൻ അടി കിട്ടുമ്പോൾ ഇറാൻ ആക്രമിക്കുന്നത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ US ബേസുകളെയാണ്. പക്ഷെ അതിന് അമേരിക്കയെ കുറ്റം പറയാനായിട്ട് നമുക്ക് ആർക്കും തോന്നില്ല. എന്നാൽ അമേരിക്കയ്ക്ക് ഈ കാര്യം അറിയാവുന്നതാണ്. ഇറാൻ തന്നെ നേരത്തെ തന്നെ പറഞ്ഞതുമാണ്, നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യും. എന്നിട്ടും അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചു. പക്ഷേ ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് ഗുണമുണ്ടെന്ന് പറഞ്ഞാലോ? കാരണം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് UAE പോലെയുള്ള അല്ലെങ്കിൽ സൗദി അറേബ്യയും ഒക്കെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രശ്നവുമില്ലാത്ത രാജ്യങ്ങളായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പോൾ ഈ അടുത്തിടയ്ക്ക് സൗദി അറേബ്യ, UAE ഈ രാജ്യങ്ങളൊക്കെ ചൈനയുമായിട്ടും ഒക്കെ ഒരുപാട് അടുത്തിരുന്നു. കാരണം അമേരിക്കയുടെ ഒരു സംരക്ഷണം ഇനി കൂടുതലൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ഏകധ്രുവ ലോകത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ.
പക്ഷെ നിലവിൽ എന്താണ് സംഭവിക്കുന്നത്? അമേരിക്കയുടെ ആവശ്യം ഇവർക്ക് കൂടിയേ തീരൂ എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അമേരിക്കൻ മിലിറ്ററിയുടെയും അമേരിക്കൻ സംരക്ഷണത്തിൻ്റെയും ഒക്കെ ആവശ്യം അവർക്ക് വരുന്നുള്ളൂ. അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഗുണഭോക്താവ് അമേരിക്കൻ കൂടെയാണ്. അവർക്ക് വീണ്ടും ആയുധങ്ങൾക്കെല്ലാം ഓർഡർ കിട്ടുകയാണ്. യാതൊരു പ്രശ്നവും ഇല്ലാതെ കിടന്നിരുന്ന ഈ GCC രാജ്യങ്ങളെല്ലാം അസ്ഥിരത വന്നു. ഇനി അവരുടെ മിലിറ്ററി ബഡ്ജറ്റ് ഉയരാനായിട്ടുള്ള വലിയ സാധ്യതകളുണ്ട്. ആയുധങ്ങൾ വീണ്ടും വാങ്ങാൻ പോകുന്ന അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടപ്പോഴും ഇറാഖിൽ ഇടപെട്ടപ്പോഴും ഒക്കെ $1 ട്രില്യൺ നഷ്ടം അവർക്ക് വന്നിട്ടുണ്ട്. അമേരിക്കയ്ക്കാണ് നഷ്ടം ആ രാജ്യത്തെ സംബന്ധിച്ച്. എന്നാൽ അമേരിക്കയിലുള്ള ആയുധ കമ്പനികൾക്ക് അത് ലാഭമാണ്. ലോക്ഹീഡ് മാർട്ടിൻ ആണെങ്കിലും അങ്ങനെയുള്ള പല കമ്പനികൾക്കും. ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ കടം എന്ന് പറയുന്നത് എത്രയോ $1 ട്രില്യൺ ആണ്, $35 ട്രില്യൺ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ലാഭം ഉണ്ടാക്കാനല്ല അവർ ഒരിക്കലും ഒരു യുദ്ധം ചെയ്തിട്ടുള്ളത്. അവർക്കത് നഷ്ടമായിരിക്കും. പക്ഷെ ആയുധ കമ്പനികൾക്കും അല്ലെങ്കിൽ ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന ഒരുപാട് കമ്പനികളും ആളുകളും ഒക്കെ അമേരിക്കയിൽ ഉണ്ടാവും. അല്ലാതെ ട്രംപ് ഒന്നും ഒരിക്കലും അയ്യട എന്ന് പറഞ്ഞിരിക്കുകയൊന്നുമല്ല. അവരൊക്കെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്. UAEക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ സന്തോഷിക്കുന്ന ഒരു രാജ്യം അയൽവക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് സൗദി അറേബ്യയാണ്. പറയുമ്പോൾ വേറൊന്നും വിചാരിക്കരുത്. കാരണം ഈ പറയുന്ന സൗദി അറേബ്യ UAEയുമായിട്ട് അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഈ ഇറാൻ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുൻപേ തന്നെ സൗദി അറേബ്യയും ഇറാന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണി വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും UAEയുടെ ഈ വളർച്ചയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദുബായ് സിറ്റിയുടെ ഒരു ലോകത്തെ തന്നെ ഒരു ഫൈനാൻഷ്യൽ ഹബ്ബ്, ഏവിയേഷൻ ഹബ്ബ്, ടൂറിസം ഹബ്ബായിട്ടൊക്കെ വളരുമ്പോൾ അതിൽ ഒരു അസൂയ അല്ലെങ്കിൽ അതിൽ നിന്ന് കുറേയൊക്കെ ഞങ്ങൾക്കും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. പ്രത്യേകിച്ച് റിയാദ് എന്ന് പറയുന്ന സിറ്റി. ദുബായ് പോലെ തന്നെ അല്ലെങ്കിൽ ദുബായേക്കാൾ വലിയൊരു സിറ്റി സൗദി അറേബ്യയിൽ വരണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നിയോം പ്രോജക്റ്റ്, അതുപോലെ ലൈൻ പ്രോജക്റ്റ്, ഇതൊക്കെ റിയാദിൽ നടക്കുന്നത്. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വാർത്തകളിൽ വായിക്കുന്നത് ഈ പറയുന്ന UAEയിലെ പല ഐക്കോണിക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും ഒക്കെ തന്നെയാണ് ആക്രമണങ്ങൾ പലതും ഉണ്ടായിട്ടുള്ളത്. അതായത് ദുബായിയുടെ ഈ ഒരു വിശ്വസ്തത അല്ലെങ്കിൽ ദുബായ് സേഫ് ആണ്, ഇതൊക്കെ മാറുകയാണ്. അത് ഒരു തരത്തിൽ ഗുണമായിട്ട് വരുന്നത് റിയാദിനുമാണ്. കാരണം സൗദി അറേബ്യയിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ ഭാവിയിൽ ഈ പറയുന്ന ദുബായെ റീപ്ലേസ് ചെയ്ത് റിയാദ് എന്ന് പറയുന്ന സിറ്റി വളർന്നു വരുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ സൗദി അറേബ്യക്ക് ഗുണകരമായിട്ടാണ് വരിക. അതായത് പറഞ്ഞു വന്നത് UAEയിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബില്യൺ കണക്കിന് ഡോളറാണ് അവർക്ക് ഓരോ ദിവസവും നഷ്ടം സംഭവിക്കുന്നത്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ തായിരുന്നതോ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണത്തിലോ ഇത്രയും നഷ്ടം വന്നെന്നല്ല പറയുന്നത്. അവരുടെ ടൂറിസം, അതുപോലെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം പണം പിൻവലിക്കുന്നു, അത് സിംഗപ്പൂരിലേക്കും ലണ്ടനിലേക്കും ഒക്കെ മാറ്റുന്നു, റിയൽ എസ്റ്റേറ്റ് മേഖല തകരുന്നു. ഇതിന്റെ എല്ലാം കണക്കെടുത്തിട്ടാണ് $1 ബില്യൺ ഒക്കെ അതിൽ കൂടുതൽ നഷ്ടം ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ തുടർന്നുകൊണ്ടിരുന്നാൽ ഈ വർഷം ഏകദേശം $50 ബില്യൺ ഒക്കെ നഷ്ടം UAEക്ക് വരാം എന്നൊക്കെയാണ് കണക്ക് കൂട്ടുന്നത്. ഒരുപക്ഷെ അതിനും അപ്പുറം പോയേക്കാം. അതായത് ദുബായ് അല്ലെങ്കിൽ ഈ പറയുന്ന UAEയുടെ ആ പ്രതാപം തീരുകയും ഒരുപക്ഷെ ഭാവിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമ്പോൾ ആ സ്ഥാനത്തേക്ക് റിയാദ് എന്ന് പറയുന്ന സിറ്റി കയറി വരാനുമുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ ഏറ്റവും ദൗർഭാഗ്യകരം എന്താണ്? UAE ഇതിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ പിടിപ്പുകേടോ ഒന്നുമല്ല. അവർ ഏറ്റവും നന്നായി 100-ൽ 100 പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും കഷ്ടകാലത്തിന് എന്ന് പറയുന്നത് പോലെ അവർക്ക് ഒരു ഇടപാടും ഇല്ലാത്ത ഇറാന്റെ കയ്യിൽ നിന്ന് ഈ പണി മുഴുവൻ അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഉദ്ദേശം എന്താണ്? മിഡിൽ ഈസ്റ്റിൽ അസ്ഥിരത ഉണ്ടാക്കുക, അമേരിക്കയ്ക്ക് അതൊരു തലവേദനയാവുക. എന്നാൽ അമേരിക്കയ്ക്ക് അത് ഗുണവുമാണ്. കാരണം മിഡിൽ ഈസ്റ്റിൽ അസ്ഥിരത ഉണ്ടാകുമ്പോൾ അമേരിക്കയുടെ ആവശ്യം അവിടെ കൂടുകയാണ്, അമേരിക്കയുടെ ആയുധങ്ങൾ അവിടെ ചിലവാവുകയാണ്, അമേരിക്കൻ കൺട്രോളിൽ തന്നെ സൗദി അറേബ്യ, UAE പോലെയുള്ള രാജ്യങ്ങളെല്ലാം വരികയാണ്, ചൈനയുടെ ഇൻഫ്ലുവൻസ് അവിടെ കുറയുകയാണ്. ഇനി നിങ്ങൾക്ക് പറയാനുള്ള എല്ലാം തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.